ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഹേർട്ട് ചെയ്ത് പറഞ്ഞൊരു കമൻറ്റ് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിപ്പോഴും നിങ്ങൾ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കമൻസിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഹാസ് ദി കപ്പാസിറ്റി ടു ഹേർട്ട് എ പേഴ്സൺ ഓർ ഹോണ്ട് എ പേഴ്സൺ ത്രൂ ഔട്ട് ദിയർ ലൈഫ്. വെൽക്കം ടു സ്ലൈറ്റ്ലി സ്ക്രിപ്റ്റഡ് ആൻഡ് ദിസ് ഈസ് എ സീരീസ് ഓഫ് 50 അൺറിട്ടൺ റൂൾ. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ നമ്പർ 5. ഇപ്പോൾ റൂൾ നമ്പർ 5 എന്താണെന്നല്ലേ? സിമ്പിളാണ്. Never comment on a physical flaw that someone can fix in less than 30 seconds. Yes. പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് 30 സെക്കൻഡ് കൊണ്ട് അവരുടെ ലൈഫിൽ ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്ലോസും നിങ്ങൾ അവരോട് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. സോ സിമ്പിൾ. ഈ 30 സെക്കൻഡ് റൂൾ എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരാളെ കാണുന്നു ആൻഡ് അയാളുടെ മുഖത്തോ ശരീരത്തോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ആൻഡ് നിങ്ങൾ ആലോചിക്കുക, 30 സെക്കൻഡ് കൊണ്ട് ഈ ഒരു കാര്യം ഇയാൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ അയാളോട് പോയി പറയാം, ദർ ഇസ് എ പ്രോബ്ലം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്ലീസ് ഫിക്സ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം പറ്റില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിലും പ്ലീസ് ഡോണ്ട് സേ ഇറ്റ്, അത് പറയരുത്. ബിക്കോസ് നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ കോൺഫിഡൻസ് കുറയും ആൻഡ് ഇറ്റ് വിൽ റൂയിൻ ദെയർ ലൈഫ്. ആൻഡ് ഈ ഒരു കുഞ്ഞു കമൻറ്റ് മേ ബി നിങ്ങൾക്കത് ഒരു ഹാപ്പിനെസ് ആയിരിക്കാം, ഒരു തമാശയായിരിക്കാം, വാട്ട് എവർ, ബട്ട് ആ നിങ്ങൾ പറയുന്ന ഒരു കമൻറ്റ് വിൽ ഹോണ്ട് ദ അതർ പേഴ്സൺ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. കുറേ വർഷം എടുക്കും അതൊന്ന് ഹീൽ ആവാൻ. സോ പ്ലീസ് ഡോണ്ട് സേ ഇറ്റ്. നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവരുടെ പല്ലിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാം. കയ്യിൽ എന്തെങ്കിലും കരി ഉണ്ടെങ്കിൽ അത് അയാൾക്ക് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാം ആൻഡ് ദാറ്റ് വിൽ എൻഹാൻസ് ദെയർ ലുക്ക്. ഓൾസോ അവരുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് തെറ്റിയിട്ടാണ് ഇട്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞിട്ട് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ലുക്കിനെയും കോൺഫിഡൻസിനെയും എൻഹാൻസ് ചെയ്യും. ബട്ട് നിങ്ങളൊന്ന് ആലോചിക്കാം, നിങ്ങൾ ഒരാളോട് പറയുന്നു തട്ടിച്ചിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു, ഹൈറ്റ് ഇല്ല, ഉയരം കൂടി, മൂക്ക് ചെറുതാ, മൂക്ക് വലുതാ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പം വാട്ട് ഡു യു തിങ്ക്? അവർ ആ നിമിഷം മൂക്ക് ഓർഡർ ചെയ്യുന്നു, ഹൈറ്റ് ഓർഡർ ചെയ്യുന്നു, മുടി കുറവാന്ന് പറയുമ്പോൾ അവരപ്പം തന്നെ ഹെയർ ഓയിൽ ഓർഡർ ചെയ്യുന്നു, തേക്കുന്നു, മുടി വളരുന്നു. ഇതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന ഏതൊരു വ്യക്തിയും അവരുടെ ബോഡിയെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരിക്കും. അവർ കണ്ണാടി നോക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. സോ ദേ നോ ദെയർ ബോഡി ബെറ്റർ ദാൻ യു. നിങ്ങളെക്കാൾ അവരുടെ ബോഡിയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട അവർക്ക് അറിയാൻ അവർ തടിച്ചാണിരിക്കുന്നത്, മെലിഞ്ഞാണിരിക്കുന്നത്, മുടിയില്ല, അത് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട അവർക്ക് അറിയാൻ, അല്ലേ? സോ ദേ നോ ദാറ്റ്. അതൊരിക്കലും അവർക്ക് 30 സെക്കൻഡ് കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ വന്നിട്ട് അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് അവർ കൂടുതൽ അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കത്തേ ഉള്ളൂ. സോ ഡോണ്ട് ഡു ദാറ്റ്. ഒരു സോഷ്യൽ ഗാദറിങ്ങിൽ വെച്ച് നിങ്ങൾ ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു തമാശയായിരിക്കാം, നിങ്ങൾ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞത് തന്നെയാണ്. ബട്ട് കേൾക്കുന്ന ആൾക്ക് അത് കുറേ കാലത്തോളം അയാളുടെ ഉറക്കം കളയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ റിമെമ്പർ ദാറ്റ് നിങ്ങൾ ഒരാളുടെ ഒരു ഫ്ലോസിൽ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ അയാൾക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പ്ലീസ് സേ, പറ്റുമെങ്കിൽ പ്ലീസ് ഷട്ട് അപ്പ്. ഏറ്റവും ഫണ്ടിയായിട്ടുള്ളൊരു കാര്യം പറയാം. ഇങ്ങനെ ഒരാൾ വേറൊരാൾ ബോഡി ഷെയിം ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടായെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ബോഡി ഷെയിം ചെയ്യുന്ന ഒരാൾ പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാനൊരു സത്യം പറഞ്ഞതാ, നീ ഇങ്ങനെ വിഷമിക്കുന്നുണ്ടാ. ആക്ച്വലി ഇതൊരു സത്യം പറച്ചിലോ തമാശ പറച്ചിലോ അല്ല, ഇത് ആവശ്യമില്ലാത്തൊരു അഭിപ്രായം പറച്ചിലാണ്. ഒരാൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവരെ അൺകംഫർട്ടബിൾ ആക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. യു ക്യാൻ അപ്രിഷിയേറ്റ് ദം. അവരുടെ ഹെയറിനെ അപ്രിഷിയേറ്റ് ചെയ്യാം, ഹെയർ സ്റ്റൈലിനെ അപ്രിഷിയേറ്റ് ചെയ്യാം, ഡ്രസ്സിങ്ങിനെ അപ്രിഷിയേറ്റ് ചെയ്യാം, ഇന്നത്തെ മേക്കപ്പിനെ അപ്രിഷിയേറ്റ് ചെയ്യാം. സോ യു ക്യാൻ അപ്രിഷിയേറ്റ് ദം ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ദിസ് കൈൻഡ് ഓഫ് കോമെന്റ്സ്. അല്ലാതെ നീ വളരെ ക്ഷീണിച്ചു പോയി, നീ തടിച്ചിരിക്കുന്നു, നീ മെലിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ ബോഡി ഷേമിങ് കേട്ടിട്ട് സന്തോഷിച്ച ഒരു വ്യക്തിയെ എനിക്ക് പരിചയമില്ല, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഇതിനേക്കാൾ ഫണ്ടിയായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, പുകഴ്ത്താൻ വന്നിട്ട് നമുക്കൊരു കൊട്ടുവന്നു പോകുന്ന ആൾക്കാർ. ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, സാധാരണ എന്താ കോലം, ഇപ്പം നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പണ്ടൊക്കെ എന്തായിരുന്നു. ഇതൊന്നും ഒരിക്കലും പുകഴ്ത്തലല്ല. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ബോഡി ഷേമിങ്. ഡോണ്ട് ഡു ദിസ് എനിമോർ. ഒരാളെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി പ്യോർ. അല്ലാതെ അവർക്ക് ഒരു വിഷമം വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ഒരിക്കലും ഒളിച്ചു വെക്കരുത്. നിങ്ങളൊരാളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കഴിഞ്ഞ കാല ചരിത്രമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ട് അവരെങ്ങനെ ഇരുന്നാലും ഇപ്പോഴത്തെ ലുക്കിനെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുമല്ലോ. അത് ഡോണ്ട് കമ്പയർ ഇറ്റ് വിത്ത് ദെയർ പാസ്റ്റ് ലുക്ക്. പാസ്റ്റിൽ നിന്നെ കാണാൻ തടിച്ചിരിക്കുന്നു, ഇപ്പം നീ മെലിഞ്ഞത് കൊണ്ട് ഭംഗിയുണ്ട്. പാസ്റ്റിൽ നീ മെലിഞ്ഞിരിക്കുന്നു, ഇപ്പം നീ തടിച്ചത് കൊണ്ട് ഭംഗിയുണ്ട്. ഡോണ്ട് കമ്പയർ ദാറ്റ്. ദാറ്റ് ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് എ ബോഡി ഷേമിങ്. ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് സ്ഥിരമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓൾസോ നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ട് നിങ്ങൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.
ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതൊരു 50 അണ്ടർ 10 റൂളിൻ്റെ സീരീസാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റൂൾ നമ്പർ 5 ആണ്. അപ്പോൾ ഫർദർ റൂൾസ് മിസ്സാവണ്ട എന്നുള്ളവർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇന്നത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു.